ആൺകുട്ടികളോട് സ്കിൻ കെയർ ചോദിക്കുന്നതാണ്. പക്ഷെ എന്റെ വീട്ടിൽ സ്കിൻ കെയറിന്റെ ബ്രാൻഡ് അംബാസഡർ ഇപ്പോണ്ട് ഉള്ളതുകൊണ്ട് ഇക്കാൻ രാവിലെ എതിർക്ക് വിളിക്കും, ഫേസ് വാഷ് ചെയ്യും, സൺസ്ക്രീൻ ഇടും. ഗ്ലോ ഇല്ലടാ. അതാണ് സ്കിൻ കെയർ, അത്രേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ കാറിൽ ഇവിടെ വരുന്ന സമയത്ത് പിന്നെ മേക്കപ്പ് ഇടും നന്നായിട്ട്. അത് തന്നെ മെയിൻ. വേണേ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അത്രേ സ്കിൻ കെയർ അത്രേ ഉള്ളൂ. ആ ചോദിച്ച ആളുടെ സ്കിൻ കെയർ എന്ന് പറയാമോ? നാച്ചുറൽ ആണ് നല്ലത്. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജീവ സർ, വാട്ട് ഈസ് യുവർ മെമ്മറി? Don't call me sir. ജീവ ചേട്ടാ, what is your memorable memory in the set of your movie? आप कैसे हो? എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ നമ്മളോട്? എല്ലാ മെമ്മറീസ് ആണ്. കാര്യം എനിക്ക് സിനിമ, ഞാൻ അത് ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ആപ്കൈസയ്ക്ക് മുമ്പ് 2-3 സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് ധ്യാൻ ചേട്ടൻ. അപ്പോൾ ഒരു ദിവസം ഒരു കോൾ വന്നു, ഞാനാണോ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി ഒരാൾ വിളിക്കും എന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. ചേട്ടാ നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിലുണ്ട്, ബാ ഒരു സിനിമയുടെ കാര്യം പറയാനുണ്ട്, നീ ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്നും ഫ്രീ ആണ്. അങ്ങനെ ഞാൻ നേരെ ധ്യാൻ ചേട്ടനെ കാണാൻ പോകുന്നു. ധ്യാൻ ചേട്ടൻ ഒരു പരിപാടിയുണ്ട്, നിനക്ക് നീയായിട്ട് തന്നെ നിൽക്കാൻ പറ്റും, പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ സിനിമ ആണെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ അവിടെ മുതൽ ധ്യാൻ ചേട്ടനുമായിട്ട് സെറ്റിലുള്ള എല്ലാ ദിവസവും ഭയങ്കര മെമ്മറബിൾ ആണ്. കാര്യം നമുക്ക് സിനിമയിലേക്ക് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പ്രോജക്റ്റിന്റെ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും നമുക്ക് തരാത്ത ഒരാളാണ്. വളരെ കൂളായിട്ട് നമ്മളോട് തന്നെ നമുക്ക് കംഫർട്ടബിൾ സ്പേസ് ഒക്കെ തന്നു. അതാണ് സിനിമയിലുള്ള മെമ്മറി. പിന്നെ ധ്യാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കും, ആദ്യം നിന്ന് കൈയിട്ട് വരും. അതൊക്കെയാണ് ഞങ്ങളുടെ മെമ്മറീസ്. രാത്രിയിലത്തെ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഫുഡ്, അതൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ജീവ ചേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആവാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ വിചാരിച്ചേ ഏറ്റവും കൂടുതൽ കാൻസർ ആവാ ധ്യാനായിരിക്കും എന്ന് വിചാരിച്ചേ. നിങ്ങൾക്ക് ജീവയോട് മാത്രമേ ചോദിക്കാറുള്ളൂ? ഇല്ല, നമ്മൾ വലിയ ആൾക്ക് വേണ്ടി വലിയ ക്വസ്റ്റ്യൻസ് പുറകെ ധ്യാൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്. കുറെ ഇന്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിക്കാണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. വായിച്ചിട്ടുണ്ടോ അതോ ഇനി ലാസ്റ്റ് വായിച്ച് തീർന്നിട്ടാണോ ചെയ്തത്? സംഭവം എന്താണെന്നറിയാമോ, ഇത് ഞാനാ എഴുതിയേ. അപ്പൊ ചോദിക്കേണ്ട ചോദ്യം എന്നറിയാമോ, ഇത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ പറയും എഴുതുന്ന വേറെ ആൾക്കാരെ ഇതിനെ എഴുതും. എനിക്ക് എഴുതാനല്ലേ അറിയും, വായിക്കാനറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്നാ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് വേറൊരു ചോദ്യമുണ്ട്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണല്ലേ പറഞ്ഞേക്കുന്നത്? ആ ട്രൂ ഇവന്റ്സിന്റെ ഒരു ചെറിയ സാമ്പിൾ പറയാമോ? അയ്യോ അതാണ് സിനിമ, അതാണ് കഥ. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണണമെന്ന്. യെസ്, ഓക്കെ, മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? യെസ്, വൺ മോർ ക്വസ്റ്റ്യൻ. ഹായ് ചേട്ടാ. ഹായ്. എനിക്ക് ചേട്ടനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ മൂവി എന്തുകൊണ്ടാണ് ചെയ്യാന്ന് തീരുമാനിച്ചത്? വേറൊരു മൂവി ഇല്ലാത്തോണ്ട്. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും കഥ കേട്ട് അതിൽ ഒരു 10 പടം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന് 2 പടത്തിന് ഡേറ്റ് കൊടുത്ത് ഒരെണ്ണത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ പടത്തിന്റെ പ്രൊമോഷൻസിന് നമ്മൾ ഇന്റർവ്യൂസിന് വേണ്ടി ഹോട്ടലിൽ വന്നു. അപ്പൊ ഇവരൊക്കെ കൂളായിട്ട് വന്നപ്പോൾ ഞാനൊരു ലഗേജും കൊണ്ടാണ് വരുന്നത്. അങ്ങനത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ഷർട്ട് മാറാം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു കോളേജിൽ പോകുന്നുണ്ട്, ഞാൻ വേറെ ഷർട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നീ ഇങ്ങനെ ഷർട്ട് മാറുമല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാസത്തിൽ 3 പടമുണ്ട്, എനിക്ക് 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരു സിനിമയുള്ളൂ. അപ്പൊ ഞാനത് ആഘോഷിക്കും. അതാ മക്കളെ, ഞാൻ സെലക്ട് ചെയ്തല്ല, ഇവര് ചെയ്തതാ. അതുകൊണ്ട് ആര് വിളിച്ചാലും ഞാൻ പോകുന്നു, സിനിമ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു സെൽഫി എടുക്കണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ പെമ്പിള്ളാര് വെറുതെ ആയി പോയപ്പോ.
ഇത് ഞാൻ നിങ്ങൾക്ക്